ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ അപ്ഡേറ്റ്സ്, പിന്നെ ഇലോൺ മാസ്ക് ഇന്നലെ അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി, പിന്നെ നമ്മുടെ ടോണിൻ്റെ നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൽ വളരെ ഒരു ആവേശം നൽകുന്ന ഒരു ഒരു അനൗൺസ്മെൻറ്റ്, പിന്നെ നമ്മൾ SIP റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം, ഈ വിഷയങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്ന ഈ ഈ ബിറ്റ് കോയിൻ അപ്ഡേറ്റ്സ് ആണ്. ബിറ്റ് കോയിന് വീണ്ടും 109K ഇന്നൊരു വീക്ക്ലി ക്ലോസ് വരാൻ പോവുകയാണ്. 109K വീണ്ടും ഈ ഈ ഈ ആഴ്ച 109ൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുമെന്നുള്ള രീതിയിലാണ്. പൊതുവേ ജൂലൈ മാസം പ്രതീക്ഷയുടെ മാസമാണ്, ഗ്രീൻ ഉണ്ടാകുന്ന മാസമാണ്. നമുക്കറിയാം ബുൾ മാർക്കറ്റ് തീരാൻ പോവുകയാണ്. ഏകദേശം ഒരു സെപ്റ്റംബർ മാക്സിമം നവംബറാണ്. അതിനിടയിൽ ഒരു ആൾട്ട് പീക്കൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. BTC ഡോമിനൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇലോൺ മാസ്ക് ഇന്നലെ നമ്മൾ ഈ പറയുന്ന അതിൻ്റെ കൂടെ ഒന്ന് ഓർമ്മിക്കാനുള്ളത്, കാരണം ചില ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ സംസാരം ഞാൻ സ്ലോ ആയിട്ട് തന്നെ പറയുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിൽ തന്നെ 1.5 2x ഇടാം. കാരണം ആ രീതിയിൽ കണ്ടാൽ മതി. നമ്മളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ അല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സ്ലീപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു 2x ഒരു 1.5 ഇട്ട് ഒരു ഇയർഫോൺ വെച്ച് കേട്ട് തിരിച്ചുറങ്ങുന്ന ഒരു സെറ്റപ്പ്, അതിനു വേണ്ടി അങ്ങനെ വേണം നമ്മൾ വീഡിയോ എപ്പോഴും കാണാനെന്ന് പറഞ്ഞാൽ അതാണ് കുറച്ചും കൂടി ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാർട്ടി, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഇലോൺ മാസ്കിനെ ബാധിക്കുന്ന എങ്ങനെയാണ്, എത്രത്തോളം ഇലോൺ മാസ്കിന് എതിരാണെന്നറിയാം. മൂപ്പരുടെ കാഴ്ചപ്പാടിനെതിരാണ്, മൂപ്പരുടെ ബിസിനസ്സിനെതിരാണ്. അങ്ങനെ ഈ പറയുന്ന ട്രംപിനെ അധികാരത്തിലെത്താൻ എത്രയോ ശതമാനം മറ്റേ ക്യാഷ് ചിലവാക്കുകയും ട്രംപിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ മുറവിളി കൊണ്ട ഒരാൾ ഇന്ന് ട്രംപിനെയും റിപ്പബ്ലിക്കിനെയും ഡെമോക്രാറ്റിക് പാർട്ടിനെയും എതിർത്ത് അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി തുടങ്ങിയാണ്. നമ്മളെല്ലാവരും സാധാരണഗതിയിൽ 2 പാർട്ടി സിസ്റ്റം, നമ്മൾ ഇന്ത്യ പോലുള്ള ഡെമോക്രസി അല്ല. ഇപ്പോൾ ചൈനയിൽ 1 പാർട്ടി സിസ്റ്റമാണ്, അമേരിക്കയിൽ 2 പാർട്ടി സിസ്റ്റമാണ്. ഇന്ത്യയിലാണ് നമ്മൾ മൾട്ടിപ്പിൾ, ശരിക്കൊരു ഡെമോക്രസി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പാർട്ടിയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇന്നിപ്പം 2 പാർട്ടി സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട്. പല പ്രാദേശിക പാർട്ടികളൊക്കെ ഇല്ലാണ്ടായി മാറുന്നുണ്ട്. എങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2 പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് പലപ്പോഴായിട്ട് 3 പാർട്ടി സിസ്റ്റത്തിലേക്ക് വരാൻ പറ്റിയെങ്കിലും വിജയിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇലോൺ മാസ്ക് ആയതുകൊണ്ട് തന്നെ മൂപ്പർ എന്ന് പറയുന്നത് പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഇലക്ട്രിക് കാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റേ വലിയ വലിയ ഓയിൽ ടീംസൊക്കെ മൂപ്പരെ കളിയാക്കിയിരുന്നു. സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കളിയാക്കിയിരുന്നു. സ്പേസ് എക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കളിയാക്കിയിരുന്നു. അങ്ങനെയൊക്കെ കളിയാക്കിയ അയാൾ ലോകത്തെ എല്ലാം തെറ്റാണ് അദ്ദേഹം കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. EV റെവല്യൂഷൻ ആയാലും സ്പേസ് എക്സിൻ്റെ ഈ റെവല്യൂഷനൊക്കെ, സോളാർ റെവല്യൂഷനൊക്കെ, ഈ പറയുന്ന സ്റ്റാർലിങ്ക് എല്ലാം നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ പാർട്ടി മൂപ്പർ അതിനുള്ള ശക്തിയും ഫണ്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ അമേരിക്കയുടെ പൊളിറ്റിക്സ് തീരുമാനങ്ങൾ എല്ലാം ഇമ്പോർട്ടൻസ് ആയി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രോ ക്രിപ്റ്റോ ആയതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ്, പുറത്തുള്ളൊരാളൊന്നുമല്ല, ക്രിപ്റ്റോക്കെതിരെ സംസാരിക്കുന്ന ഒരു ബില്യണറൊന്നുമല്ല. പക്ഷേ ഈ ട്രംപ് പോലെ തന്നെ സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളുള്ളതും സ്റ്റേബിളായിട്ട് സംസാരം നമ്മൾ തന്നെ കണ്ടതാണ്. ഡോജ് കോയിൻ റിലേറ്റഡ് ആയിട്ടും ബിറ്റ് കോയിൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ട്വീറ്റുകളൊക്കെ കണ്ടാൽ കുറേയും കൂടി ഒരു റൈറ്റ് വിങ് പറയുന്ന പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. രണ്ടാമതാണ് ഇന്ന് വന്ന ടോൺ അബുദാബീൻ്റെ ഈ പറയുന്ന UAE ആയിട്ട് ഒരു ഗോൾഡൻ വിസ. ഇതെങ്ങനെയാണ് ഒരു ടോൺ അബുദാബി ഗോൾഡൻ വിസ എന്നല്ല, ഇതിൻ്റെ നമ്മൾ ക്രിപ്റ്റോയെ എത്രത്തോളം ഈ പറയുന്ന ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങുന്നുണ്ട്, എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസാണ്. ഒന്നാമത് ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ടോൺ വഴിയാണ്. അത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണെന്ന്. നാളെ ഭാവിയിൽ ഗൂഗിളായാലും ഇപ്പോൾ യൂട്യൂബ് ആഡ് വരുമാനമൊക്കെ ഇതുപോലുള്ളൊരു കോയിനായിട്ടായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ US$ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്തുകൊണ്ട് ഗൂഗിളിനൊരു കോയിൻ ഇറക്കിക്കൂടാ, മെറ്റയ്ക്കൊരു കോയിൻ ഇറക്കിക്കൂടാ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ ടെലഗ്രാം ഇത്തരം അഡ്വാൻറ്റേജസ് കാണിക്കുമ്പോൾ എപ്പോഴും ഈ പറയുന്ന വാട്സപ്പ്, ഫേസ്ബുക്കിൻ്റെ സൂക്കർബർഗർ എപ്പോഴും ടെലഗ്രാമിന് ഇങ്ങനെ കോപ്പി അടിക്കുന്ന പരിപാടിയുള്ള ഒരാളാണ്. നമുക്ക് തന്നെ പല ഫീച്ചേഴ്സും കാണാം, ടെലഗ്രാമിലുള്ള പല ഫീച്ചേഴ്സും പിന്നീട് വാട്സപ്പിൽ വരുന്നത് കാണാം. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഈ പറയുന്ന മെറ്റേൻ്റെ ആയാലും ഗൂഗിളിൻ്റെ ആയാലും ഒരു ടോക്കണൈസേഷൻ, അത് വെച്ചിട്ടുള്ള റവന്യൂ ജനറേഷൻ ഇപ്പോൾ ടെലഗ്രാമിൽ നടക്കുന്ന പോലെ തന്നെ ഭാവിയിൽ ഈ പറയുന്ന ഗൂഗിളിലും ഈ പറയുന്ന മെറ്റയിലും നടക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഈ പറയുന്ന അത് കൂടുതലായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ടോൺ കോയിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ UAE ആയിട്ട് ഡീൽ ചെയ്തിട്ട് ഇത്ര ശതമാനം സ്റ്റേക്ക് ചെയ്യുക, ഇത്ര ഒരു ഇതും ചെയ്താൽ
അതിനു മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളെയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് അസറ്റിന് പകരം ഇവിടെ ഒരു ടോക്കണൈസേഷൻ, അതിൻ്റെ ഒരു വിർച്വൽ വേൾഡിൽ ടോണിലേക്ക് മാറാന്ന് പറഞ്ഞാൽ വിർച്വൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഈ ടോൺ മാറി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ഇയേഴ്സ് ഹെഡിലുള്ള ഒരു വലിയ റെവല്യൂഷൻ ഇവിടെ ഉണ്ടാവാൻ പോകുന്നുള്ളതാണ്. ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയൊരു, ഇപ്പോൾ നാളെ എന്താടാ നീ ക്രിപ്റ്റോ, നീ എന്ത് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ബ്ലാക്ക് മാർക്കറ്റിലെ കുറേ തട്ടിപ്പല്ലേ, അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് വെറും ഉഡായിപ്പല്ലേ എന്ന് പറയുമ്പം, നാളെ നിനക്കൊരു ഗോൾഡൻ വിസ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന ഒരു ക്രിപ്റ്റോ ടോക്കൺ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതും അതിൻ്റെ ഒരു ഫീയും കൂടിയാണ് നിങ്ങൾക്ക് UAE ഗോൾഡൻ വിസ വരെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അസറ്റായി മാറിയത് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ അല്ല, ഈ ടോൺ എന്ന് പറയുന്ന ഒരു കോയിനാണ്. അത് ടെലഗ്രാമിൻ്റെ കോയിനാണ്. നാളെ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഗൂഗിളിൻ്റെ ഒരു കോയിനും ഈ പറയുന്ന മെറ്റേൻ്റെ ഒരു കോയിനൊക്കെ വരുന്ന രീതിയിലുള്ള വിപ്ലവം ഓൾറെഡി ടെലഗ്രാം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ക്രിപ്റ്റോ SIPക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ ബിറ്റ് കോയിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബിറ്റ് കോയിൻ മാത്രമാണോ നമുക്ക് മറ്റുള്ള കോയിൻസിൽ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ 3 കൊല്ലം സ്റ്റേക്ക് ചെയ്യുന്ന ആൾക്കാണ്, ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്കിന് ഇടുന്ന ഒരാൾക്കാണ് ഈ ടോൺ കോയിൻ എന്ന് പറയുന്ന സ്റ്റേക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് ഗോൾഡൻ വിസ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടോൺ കോയിൻ്റെ ഒരു 3 ഇയർ യൂട്ടിലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത്തരം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ബാക്കപ്പുള്ള ഇത്തരം കോയിൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും, SIP ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് 10 വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന 5 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന 2021 നമ്മൾ കേൾക്കുന്ന ക്രിപ്റ്റോ കഥകളല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അമേരിക്കൻ പ്രസിഡന്റ് ബിറ്റ് കോയിൻ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ എത്തുമെന്ന് വിചാരിച്ചോ? ഒരു അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം ബിറ്റ് കോയിനെ കുറിച്ച് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ? വേൾഡിലെ റിച്ചസ്റ്റ് ടീമൊക്കെ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കോൺഫറൻസിൽ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഈ അമേരിക്ക എന്ന് പറയുന്ന ടീം ഈ പറയുന്ന ബാക്കപ്പായിട്ട് ഫെഡറൽ റിസർവ് ആയിട്ട് വെക്കുമെന്ന് വിചാരിച്ചോ? മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വളരെ ഏർലി ആയതുകൊണ്ടില്ല, ചില സ്ട്രഗിളുകൾ ഉണ്ടെന്നല്ലാണ്ട് ഈ ഇന്ത്യൻ ഗവൺമെൻറ്റും അതിൻ്റെ അനുസരിച്ച് മാറും. ഈ ജൂലൈയിലൊക്കെ ഈ പറയുന്ന അമേരിക്കയൊക്കെ ഫെഡറൽ റിസർവിൽ ഇടുന്നത് കൊണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ക്രിപ്റ്റോ റെഗുലേഷന് വേണമെന്നുള്ള ചർച്ചകൾ വരുന്ന ഈ സമയത്ത് നമ്മളെ ഗവൺമെൻറ്റും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ, ചിലപ്പം കുറച്ച് ലേറ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് UAE അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള മറ്റ് കൺട്രീസിലുള്ള നിങ്ങൾ പ്രവാസികൾ, നിങ്ങൾ അവരെ വേണം ഇതിലേക്ക് മെൻഷൻ ചെയ്യാൻ. അവർക്ക് വലിയ സാധ്യതകളാണ് മുമ്പിലുള്ളത്. ഇന്ത്യയിൽ ഇപ്പം വരുന്നവർക്ക് ശരിയാണ്, നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ് കുറച്ചും കൂടി പതിയെ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് പ്രവാസികൾക്ക് ഈ ടാക്സ് റിലേറ്റഡ് ഇഷ്യൂലും ഇനിയും ടാക്സ് റിലേറ്റഡിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റിൽ KYC റിലേറ്റഡ് വേണ്ടാത്ത കുറച്ച് എക്സ്ചേഞ്ചുകൾ കാര്യങ്ങളും സംസാരിക്കപ്പെടുന്നുണ്ട്. അതും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സ്റ്റിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോലും. എങ്കിൽ പോലും നമ്മളൊരു ഗവൺമെൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളായ നിലയിൽ, നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടക്കേണ്ട നിലയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്രിപ്റ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ടാക്സും കാര്യങ്ങളും അടക്കണം എന്നുള്ളത് നമ്മളെ കടമയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പുറത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് പ്രവാസികളുണ്ട്, അവർക്കിതൊരു വലിയ സാധ്യതയാണ്. പതിയെ ഇന്ത്യൻ ഗവൺമെൻറ്റും റെഗുലേഷൻസും ലോസൊക്കെ ലൂസാക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം അതിൻ്റെ സ്റ്റഡീസ് നടത്തേണ്ട അത്തരം ഗവൺമെൻറ് തന്നെയാണ് നമുക്കുള്ളതും തന്നെ. അതുകൊണ്ട് കൂടുതൽ ആവേശത്തോടെ നമ്മൾ ഉണ്ടാവണം. ഓക്കെ, ബൈ.